ഒരു മഹത്വീകരണമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മുഖത്തിന്റെ കളറ് കണ്ടല്ല നിങ്ങളെ ഞാൻ അളക്കുന്നത്. നിത്യതയുടെ സൗന്ദര്യം സ്വർഗം നിങ്ങളുടെ മേൽ വാരിച്ചൊരിഞ്ഞ് നിത്യ തേജസ്സിന്റെ കനത്തിന്റെ അടുക്കൽ, നിത്യ തേജസ്സിന്റെ ദാരിക്ക് അടുക്കൽ നിങ്ങളെ ഇരുത്താൻ പാകത്തിൽ തേജസ് വാരിച്ചുറ്റും. ലളിതമായൊരു കാര്യം കേട്ടോണം. ഇന്നുവരെ ദൈവപുത്രന്റെ, ദൈവത്തിന്റെ മുഖത്തിന്റെ തേജസ് ഒരു ദൂതനും നേരിട്ട് കണ്ടിട്ടില്ല, ഒരൊറ്റ മനുഷ്യനും കണ്ടിട്ടില്ല. കാരണം രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നാണ് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നത്. 9 കോടി 1 ലക്ഷം മൈൽ അകലെയുള്ളതായ സൂര്യന്റെ അടുക്കലേക്ക് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് പോലും കടന്നു ചെല്ലാൻ കഴിയാതിരിക്കുമ്പോൾ സൂര്യന്മാരുടെ സൂര്യനായ ഉദയ സൂര്യന്റെ പ്രഭയോട് കൂടിയ പുതിയ യെരൂശലേമിനെ പ്രകാശിപ്പിക്കുന്ന മഹത്വത്തിന്റെ രാജാവിന്റെ പ്രഭ എത്ര വലുതാണ്! ഹല്ലേലൂയ! ആ തേജസ് നേരിട്ട് കണ്ടാൽ ദൂതൻ പോലും ചാമ്പലായി മാറും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, അവന്റെ ദാസന്മാർ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവന്റെ മുഖം കാണും, അഭിമുഖമായി കാണും. ഇന്ന് വരെ ഒരു ദൂതനും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ മുഖം ആദ്യമായി കാണാൻ പോകുന്ന മനുഷ്യനാണ്. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് നക്ഷത്രങ്ങളായിരിക്കേയില്ല, മൃഗജാലങ്ങളെ ആയിരിക്കേയില്ല. അവൻ ആദ്യം കണ്ടത് ദൈവത്തിന്റെ തേജസ്സാ. ആ തേജസ് പിശാച് ഊറ്റിയെടുത്തു. സ്വർഗം എഴുതി വെച്ചു, ഞാൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്, അവരെന്റെ തേജസ് കാണാൻ പാകത്തിൽ അവരെ ഒരുക്കുക. നിത്യ തേജസ്സിന്റെ മഹത്വം കാണാൻ പാകത്തിൽ നാം മാറണമെങ്കിൽ നമ്മിൽ തേജസ് വ്യാപരിക്കണം. ഹല്ലേലൂയ! ഒരു മഹത്വീകരണം സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്ക്. ദൈവസ്നേഹത്തിനൊരു ഭൂതകാലമുണ്ട്, ദൈവസ്നേഹത്തിനൊരു വർത്തമാനകാലമുണ്ട്, ദൈവസ്നേഹത്തിനൊരു ഭാവി കാലമുണ്ട്. ദൈവസ്നേഹത്തിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഭൂതകാലം എവിടെ ആരംഭിക്കുന്നു? അത് പൂർവകാല നിത്യതയിൽ. ദൂതന്മാർ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള പൂർവകാല നിത്യതയിൽ സ്നേഹം ആരംഭിച്ചു. അവിടം കൊണ്ട് നിന്നില്ല. 1 കൊല്ലം കഴിയുമ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ മാറുന്ന സ്നേഹമല്ല. ഇന്ന് ഈ വർത്തമാന കാലത്തിൽ അതേക്കുറിച്ച് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പുത്രനാം ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി ഉയിരോടെ ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നല്ലേ എബ്രായ ലേഖനകാരൻ അതിനെക്കുറിച്ച് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടം കൊണ്ടും തീരുന്നില്ല ദൈവ പൈതലേ, കർത്താവിന്റെ പൈതലേ, നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല. ഭാവികാല നിത്യതയിൽ, എണ്ണിക്കൂടാത്ത നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിച്ച് അവിടുത്തെ മുഴുവൻ സൗഭാഗ്യങ്ങളുടെയും അനന്തരാവകാശിയാക്കി മാറ്റുവാൻ കഴിയുന്ന തേജസ്കരണത്തിലാണ് ആ സ്നേഹം അവസാനിക്കുന്നത്. അത്രയ്ക്ക് നമ്മെ സ്നേഹിച്ച കർത്താവിന് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. ദൂത് നിർത്താൻ സമയമായി. ഇതേക്കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഞാൻ വിശദീകരിക്കുന്നില്ല. 1 പത്രോസ് 1:3, 4, 5 വാക്യങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ഭൂതകാല, വർത്തമാനകാല, ഭാവി കാലത്തെക്കുറിച്ച് 3 പരാമർശനങ്ങളുണ്ട്. പരാമർശനം 1, അവൻ നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. 2, അവൻ നമ്മെ തെരഞ്ഞെടുക്കുക മാത്രമല്ല, ഇന്ന് ദൈവശക്തിയിൽ നമ്മെ കാക്കുക. ഹല്ലേലൂയ! ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ചുറ്റും ഒരു ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ് ശത്രുവിന് തൊടാൻ കഴിയാത്തത്, പിശാചിന് തൊടാൻ കഴിയാത്തത്. 3, ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്ത ഒരു അവകാശത്തിനായിട്ടാണ് ദൈവം നമ്മെ ജനിപ്പിച്ചത്. ഇതിന്റെ മുഴുവൻ കാരണമുണ്ട് നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം. നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം. ദൂത് അവസാനിക്കും മുമ്പേ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് തിബരിയോസ് കടലിലെ തിരമാലകളെ സാക്ഷിയാക്കി, മറ്റ് ശിഷ്യന്മാരെ സാക്ഷിയാക്കി പത്രോസിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. നിത്യത മുതൽ നിത്യത വരെ നീളുന്ന ഒരു സ്നേഹം കൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. എന്നാൽ നീ തിരിച്ചൊരു മറുപടി പറ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയല്ലേ കർത്താവ് കാത്തു നടന്നത്? ആടുന്ന മുളം തണ്ടിനെ പോലെ ആടിയ ഒരുവനെ, ശീമോനെ,
വലിയൊരു പാറക്കഷണത്തിൽ നടത്തിയെടുത്ത കുഞ്ഞു പാറക്കഷണമായ പെട്രോസാക്കി ആടുവാൻ പാകത്തിലല്ലാതെ നിലനിൽക്കാൻ പാകത്തിലാക്കാൻ തക്കവണ്ണം പുറത്തു കൊണ്ടുവന്ന് പേര് മാറ്റി, ജീവിതശൈലി മാറ്റി, ശുശ്രൂഷ മാറ്റി നിലനിർത്തിയത് ഈ ഒരു ചോദ്യം ചോദിക്കാനല്ലേ? ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാരണം നിത്യതയിൽ തുടങ്ങി നിത്യത വരെ തീരുന്ന സ്നേഹമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ദൈവ സ്നേഹത്തിന്റെ ആഴത്തിലാണ് സ്വർഗം നിന്നെ സ്നേഹിച്ചത്. ആ തിബരിയോസ് കടലിൽ തിരമാലയുടെ താഴെയോട്ട് നീ താണുപോകുന്ന സമയത്ത് അന്ത്രയോസ് ഒഴികെ ബാക്കി പടകിലുള്ള എല്ലാവരും വന്നു ഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ നടുവിലിരുന്ന് നിന്നെ പുച്ഛിച്ചപ്പോൾ നീ താണയിടത്ത് നിന്ന് നിന്നെ കരങ്ങളിൽ പൊക്കിയെടുത്ത് നിന്നെ പരിഹസിക്കുന്നവർ നോക്കി നിൽക്കെ പടകിന്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയത് അവരുടെ മുമ്പിൽ വലിയ ആളാക്കാനല്ല, ഈ ചോദ്യത്തിന് മറുപടി പറയാനാണ്. നിന്റെ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു തള്ളിപ്പറഞ്ഞ നേരത്ത്, എല്ലാവരും ഓടിപ്പോയപ്പോൾ, കൂടെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയപ്പോൾ ഉയർത്തെഴുന്നേറ്റു ഞാനെന്ന് പത്രോസിനോട് വിശേഷിച്ച് പറയണമെന്ന് സ്ത്രീകളോട് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ചോദ്യം ചോദിക്കാനാ. ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? ഇന്ന് രാത്രിയിൽ എല്ലാറ്റിലും അധികമായി എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഉറപ്പുള്ള ദൈവമക്കളുടെ രണ്ട് കരവും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. അവരുടെ കരമൊന്ന് ഉയർന്നിരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അവരധരം തുറന്ന് പറയണം, കർത്താവേ, നീ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു, ക്രൂശോളം എന്നെ സ്നേഹിച്ചു, തകർക്കപ്പെടുമാർ എന്നെ സ്നേഹിച്ചു, എനിക്ക് വിടുതൽ നൽകുമാർ എന്നെ സ്നേഹിച്ചു. ഭ്രാന്തനെന്ന് എല്ലാവരും മുദ്ര കുത്തി ഇടത്തു നിന്ന് ഇന്ന് രാത്രിയിൽ എന്നെ ജീവനുള്ളവരുടെ ദേശത്ത് ഒരു സാക്ഷിയാക്കി നിർത്തിയത് നിന്റെ തെരഞ്ഞെടുപ്പിന്റെ ആഴമാണ്. ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അല്പസമയം ഹല്ലേലൂയ ശബ്ദത്താൽ കർത്താവിന് മഹത്വം കൊടുത്താട്ട് കഴിയുമെങ്കിൽ അവരുടെ കരങ്ങൾ ചേർത്തടിച്ച് ഇന്ന് രാത്രി കർത്താവിന് ഒരു ആരാധന അർപ്പിക്ക്. ഉള്ളം തുറന്ന് പറയുക, I love you Jesus. കാരണം you have loved me that much. നീ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. അല്പസമയം കൂടെ സ്തോത്രം പറഞ്ഞ് ആരാധിക്കാം. ഈ സ്നേഹം ഉള്ളിൽ നിന്ന് ഒഴുകട്ടെ, അത്തരങ്ങളിലൂടെ പുറത്തു വരട്ടെ, അത് അന്യഭാഷയായി വ്യാപരിക്കട്ടെ. ഈ സ്നേഹം നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു, ഈ സ്നേഹം നമ്മെ പ്രതികരണത്തിന് വിളിക്കുന്നു. പിശാചിന്റെ കെട്ടുകൾ ജയം പ്രാപിക്കുന്നു. അവനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.